ഇപ്പൊ ഇറങ്ങായിരിക്കും. बोलो मामा जी की, बोलो मामा जी की, बोलो मामा जी की, बोलो राष्ट्र स्नेही मामा जी की, मामा जी की. जय भारत, जय भारत, जय भारत, जय भारत, जय भारत, जय भारत. केटी केटी वंडी केटी वंडी केटी. जय भारत, जय भारत, जय भारत, जय भारत. നല്ലട്ടോ ഞാൻ ബസ്സിൽ വന്നോളാം. ഇതൊന്നും വേണ്ട. ബാവാജിയാ അതാരി വണ്ടി ജയ് ജയ് ബാവാജി, ജയ് ബാവാജി, ബാവാജി की, ബാവാജി की. അവരിറക്കിട്ട് മുന്നോട്ട് പോകാൻ വണ്ടി പോകാൻ. जय जय मोहन जी, 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 जय जय बाबा जी, जय जय मोहन जी, जय मोहन जी, जय जय बाबा जी, जय जय मोहन जी. ചെറുക്കനെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ ആരാണ്? KGPയുടെ ആശയവും ആവേശവുമായ വ്യക്തിജീവിതത്തിൽ നേരിന്റെയും നെറിവിന്റെയും പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ വാവയെ എതിരാളികൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലിനെ തറവാട് പോലെ കാണുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ് KGP. ഈ അവസരത്തിൽ ഈ ധീരനായ നായകനെ, നമ്മുടെ സ്വന്തം വാവയെ അനുമോദിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിനും ആശംസകൾ അർപ്പിക്കുന്നതിനും KGPയുടെ പൂജ്യനായ സമാരാധ്യനായ ജില്ലാ പ്രസിഡന്റ് മോഹൻജിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ജയ് ഭാരത്. ഹാരാർപ്പണം ഹാരാർപ്പണം. जय जय बाबा जी, നമസ്തേ നമസ്തേ बाबाजी, നമസ്തേ. ജയ് KGP, जय ജയ് KGP, जय मोहन जी, जय जय बाबा जी, जय जय KGP, बोलो KGP की, बोलो नंदन जी की. പൂജനീയ മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, അന്യമതസ്ഥരായ സഹോദരങ്ങൾ, ഇതൊരു സംഭവമായി ഞാൻ കാണുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കേണ്ടതായിരുന്നു. വാവയല്ലെങ്കിൽ മറ്റൊരാൾ. നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? പിറന്ന നാട്ടിൽ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പോരാടുന്നവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. വാവയെക്കുറിച്ച് ഞാൻ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ധീരനാണ് ഈ യുവാവ്. ആർഷഭാരത രക്തം സിരകളിൽ പേറുന്ന പോരാളിയാണ് ഈ വാവ. കടന്നുപോയ കാലത്തെ മുൾവഴികളെ കുറിച്ചല്ല വാവ ആലോചിക്കുന്നത്. ഞാൻ ഈ പോരാളിയെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത്? അദ്ദേഹത്തെ ഓർത്ത് ഞാനും പ്രസ്ഥാനവും അഭിമാനം കൊള്ളുകയാണ്. ഈ ധീരനെ KGPയുടെ സൂര്യശോഭയാർന്ന വിളക്കായി ഞാൻ പ്രഖ്യാപിക്കും. ആർക്കെങ്കിലും വാവയെ ഇല്ലാതാക്കണമെന്ന മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും, നാളെ വാവ ബലിദാനിയായി ഈ മണ്ണിൽ മരിച്ചു വീണാൽ 1000 വാവമാർ ആ രക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം, വന്ദേ മാതരം. വന്ദേ മാതരം. ജയ് KGP, ജയ് KGP, ജയ് KGP. നീ ചോറെടുത്ത് കഴിക്കും മോനെ. നിന്നെ എല്ലാവർക്കും അറിയാലോ, ആരും ഒന്നും ചെയ്യില്ല. എടുത്ത് കഴിക്കേട്ടാ. ഇവക്ക് വന്ന കൂട്ടര് പോയി. അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഇനിയൊരു കൂട്ടർ വരാനുണ്ട്. എന്താവോ എന്തോ. നിനക്ക് തൂറാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലല്ലോടാ. അവര് പോണെങ്കിൽ പോട്ടെ, ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ നീ പള്ളി പൊളിക്കാൻ കയറിയെന്ന്. എന്റെ പേടി അതല്ല, നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് എങ്ങും പോകണ്ട.
പിന്നെ നമ്മളോടിപ്പം സൈനുത്തയുടെ വീട്ടുകാർ മിണ്ടൂല. അവര് മിണ്ടത്തിലേക്ക് മിണ്ടണ്ട. നാട്ടുകാര് പറയുന്നത് പോലെ നിനക്ക് പള്ളിയോട് ദേഷ്യമൊന്നും അല്ല. വലിയ നേതാക്കന്മാരും നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എടാ അവർ ലീവിലാണല്ലോ. 2 ആഴ്ചയായിട്ട് ലീവിലാണ്. എന്ന് വരുമെന്നറിയോ? അതറിയില്ല. നമ്മളെ വാവാജി അല്ലേ, ചെമ്പരിക്കല്ലേ? നമസ്തേ ജി. അല്ലെങ്കിൽ എന്റെ തോന്നലായിരിക്കും. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മൈൻഡ് ചെയ്യണ്ട. ആ ജാഫർക്ക കേറ്. അവരാരും കേറൂലടാ. നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ. വാവേ നീ ഒന്ന് സൂക്ഷിച്ചോ. സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ ഇതെന്ത് നാടാണിത്. വാവേ ഇങ്ങനെ ഞാൻ പറഞ്ഞു. അതെ, ഇവര് പള്ളത്തുനിന്ന് വരികയാണ്. നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ. നീ പോണം. ഓട്ടം പോകാനാണോ? ഓട്ടം പോവാനോ? എടാ, നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിലുണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്ത് നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം. എന്ത് പീഡനം? അവിടെ പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ബഹുമാനമായിരുന്നില്ലേ? ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല. നല്ല ശാപ്പാടും. പിന്നെ ഗൂഢാലോചന ഒന്നും ഇല്ല ചേട്ടാ. ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവർ പേടിച്ചിട്ട് ചെയ്തതാ. പിന്നെ ആ മുക്രിയുടെ വൈരാഗ്യവും. അത് തന്നെ. അബദ്ധവശാൽ നീ പള്ളി കയറിയതിന് നിന്നെ തീവ്രവാദിക്ക് തല്ലിയില്ലേ? അത് അവിടെ പോയിട്ട് പറയണം. അതിന് എന്നെ ആരും തല്ലിയിട്ടില്ല. ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചേക്കോ? നിന്റെ അതെ, അധികം സാഹിത്യമൊന്നും പറയണ്ട. നീ പോണം. പിന്നെ ഈ വഴിയിൽ വാട്ടർ ഷെയ്ഡ് എടുക്കുന്ന പരിപാടിയില്ലേ, അത് നിർത്തിക്കോ. പിന്നെ വീട്ടിൽ ചിലവര് നിങ്ങൾ തരുമോ? നല്ലട്ടാ തരും. ഞാനല്ല, ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, വാട്ടർ ഷാർക്കെങ്കിലും വാടക കൊടുത്തു കേട്ടാ. അപ്പോൾ നാളെ ഓക്കെ. പറ. എന്താണ് ഒരു വലിയ രഹസ്യം പറച്ചില്? എന്താണ് പുള്ളി പറഞ്ഞത്? അയാൾക്ക് ഭ്രാന്ത്. എന്നാലും ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നതല്ലേ. എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ. അവളെനിക്ക് മെസ്സേജ് ഇട്ടമ്മേ. അവർക്കൊരു കുഴപ്പമില്ല നമ്മളോട്. ഈ പള്ളിക്കാരിയൊക്കെ പേടിച്ചിട്ടാ. എത്ര വഴക്ക് പറഞ്ഞാലും മോളെ പോലെ കൊണ്ടുകിടന്നതല്ലേ ഞാൻ അവളെ. പോട്ടമ്മേ, നമുക്കറിയാലോ കാര്യം. ഒരു മൂക്കിപ്പനി വന്ന എൻ്റെ അടുത്താ പറയാറ്. ചിട്ടി അടിച്ചിട്ട് കെട്ടിയനോട് പറഞ്ഞില്ലേ സൈനുത്ത? 1 വർഷം ആ കാശ് ഞാനാ വച്ചിരുന്നത് കല്യാണ ചെലവിനെ. അവക്ക് പ്രായമായപ്പോ പുത്തൻ ഉടുപ്പ് ഞാൻ കൊടുത്തതായിട്ടത്. എന്നിട്ടിപ്പോ
നീ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. അവന്റെ ഒരു ഓട്ടവും തൂറ്റലും. നല്ലേട്ടാ, ഇന്ന് വൈകുന്നേരം പള്ളത്തെ മീറ്റിങ്ങിന് ഞാനും ഉണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് പ്രസംഗിച്ചുള്ള ശീലമില്ല. അനൗൺസ് ചെയ്താണ് ശീലം. അതുപോലെയല്ലല്ലോ പ്രസംഗം. സത്യമായിട്ടും എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു ആ പള്ളിയിലെ സംഭവം. കുറച്ച് പേർക്കെങ്കിലും അത് അറിയാവുന്നതാണ്. അല്ലാതെ ഒരു കാര്യത്തിലും അങ്ങനെ തീവ്രമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ വിശ്വാസം എനിക്ക് പ്രധാനമാണ്. അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. എന്നുവെച്ച് എൻ്റെ മാത്രമല്ലല്ലോ, മറ്റു മതക്കാരുടെയും വിശ്വാസികളുടെയും ഒക്കെ രാജ്യമാണത്. എനിക്കുള്ള അതേ അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കുടുംബം എൻ്റെ ചുമലിലാണ്. ഒരു പെങ്ങളാണുള്ളത്. അവളുടെ വിവാഹാലോചന ഇത് കാരണം മുടങ്ങി. ഇതിൻ്റെ പേരിൽ എന്നാരും പോരാളിയാക്കരുത്, തീവ്രവാദിയാക്കരുത്. എൻ്റെ പെങ്ങൾക്കും എന്നെ ആലോചനകൾ ഇനി മുടങ്ങരുത്. എല്ലാവരും പോലെ എനിക്കും ജീവിക്കണം. പലരും ഇപ്പം എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ ഓട്ടോയിൽ കയറുന്നില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു പാവ മനുഷ്യനാണ്. ദയവേത് എന്നെ ദ്രോഹിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. നിർത്തുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, പൂജ്യ ബാവാജി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും മുനകളൊളിപ്പിച്ചതുമായ ഒരു പ്രസംഗമായിരുന്നു. നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി ആവില്ല. അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ സംഘടനാ സ്നേഹി, ആത്മബോധമുള്ള ഒരു സമുദായ സ്നേഹി, ആത്മനിയന്ത്രണമുള്ള ഒരു പോരാളി വെറും കവലച്ചട്ടമ്പികൾ പറയുന്നത് പോലെ അവർ പറയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് പറ്റിയത് ഒരബദ്ധമായിരുന്നു. എന്നെ പള്ളിയിൽ വെച്ച് കണ്ടത്, എന്നെ പള്ളിയിൽ വെച്ച് പിടിച്ചത് അതെന്റെ ഒരബദ്ധമായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ മറുഭാഗം? ഇനി അബദ്ധം പറ്റില്ലെന്നാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ ഇനിയൊരബദ്ധം പറ്റില്ല. പിന്നെ പറഞ്ഞതെന്താണ്? ഞാൻ തീവ്ര നിലപാടുള്ളയാളല്ല. അതായത് വേണ്ടി വന്നാൽ തീവ്ര നിലപാടുകൾ എടുക്കും എന്നാണ്. നിങ്ങൾക്കത് താങ്ങാനാകില്ല എന്നാണ്. പിന്നെയോ, ഇതെന്റെ നാടാണ്. എനിക്കുള്ളതുപോലെ അവകാശം മറ്റുള്ളവർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മറുവശമുണ്ട്. എൻ്റെ അത്ര അവകാശമേ നിങ്ങൾക്കും ഇവിടെയുള്ളൂ. അതിനപ്പുറം കടക്കേണ്ട എന്നാണ്.
വീണ്ടും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നോട് കാണിക്കുന്നത്, എന്നോട് മിണ്ടാത്തത്, എന്റെ വണ്ടിയിൽ കയറാത്തത്, എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരെ സങ്കടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. അതിന്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുമെന്നല്ല, ബലിദാനിയാകുമെന്നും അല്ലെങ്കിൽ ചാവേറാകണമെങ്കിൽ ചാവേറാകുമെന്നുമാണ്. ധീരനായ വാവാജിയുടെ വാക്കുകൾ, ആ വാക്കുകളിൽ നിന്നും നമ്മൾ ഊർജ്ജം ഉൾക്കൊള്ളണം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഇതവനല്ലേ ആ പള്ളി കയറിയ? അതവൻ തന്നെടാ. ഹലോ, ഞാൻ ദാ അങ്ങോട്ട് വരിക. കല്യാണമൊക്കെ അവിടെ നടക്കട്ടെ. ഞാൻ നിനക്ക് നല്ല പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചുകൊണ്ട് വരാം. അല്ലെങ്കിൽ ബിരിയാണി വേണോ? അമ്മോട് പറ, എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ മേടിച്ചുകൊണ്ട് വരും. നീ ഇനി അവിടെ നോക്കിയിരിക്കണ്ട, നമുക്ക് തകർക്കണ്ടേ? നമ്മളെ ചാമ്പാനുള്ള പരിപാടി ഒന്നൊന്നും കട തകർക്കൊന്ന്. പിന്നെ സൂക്ഷിച്ചോ. എന്താ പ്രശ്നം? എന്ത് എന്താ തകർക്കുന്നു പറഞ്ഞു? എന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലട്ടാ. എന്ത് പ്രശ്നം? നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം? ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളാ പ്രശ്നം ഉണ്ടാക്കിയത്. ഇദ്ദേഹം വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ മെക്കിട്ട് കയറിയാ ഒറ്റെണ്ണത്തിന് വെറുതെ വിടൂല. ഞങ്ങളെ തൊട്ട് ഞങ്ങളും വെറുതെ വിടില്ലടാ. നിനക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയൊന്നും പോരാലേ, നിന്നെ കാണിച്ചാലോ ഞാൻ. വിടില്ലടാ. എന്നെ തല്ലാൻ കയറിയിട്ട് പിന്നെ വെല്ലുവിളിക്കണ പാടാ കാണിച്ചാ. തനിക്കിപ്പോ എന്താ വേണ്ടത്? 10 പൊറോട്ട, 2 ചിക്കൻ ഫ്രൈ, 2 ബിരിയാണി. ബാബുച്ചേട്ടാ, ബാബുച്ചേട്ടാ, എന്താടി ഇത്? ആരെങ്കിലും കാണും, കരയില്ലേ? നിങ്ങൾ ആരുമില്ലാതെ ഞാനൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഏയ്, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. അമ്മേനെ തിരക്കായിരുന്നു, കരയുന്നുണ്ടാവൂലേ? ഇത് കുഞ്ഞുമോൾക്കും അമ്മയ്ക്കും കൊടുത്തേക്ക്. പത്തിരി ഇറച്ചിക്കറിയാ, അമ്മയ്ക്ക് ഇഷ്ടമാണ്. ബാബുച്ചേട്ടാ, നിങ്ങളെന്ന് പറഞ്ഞ സത്യമാണോ? അയാൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഏതാണ്? ബിരിയാണി ചട്ടുകത്തിന് കൈയും കാലും വെച്ച പോലെ. അയ്യേ, എന്താടി? ഞാനാ നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി. അവ സുന്ദരനല്ലേ, നല്ല വെളുത്തിട്ട് നീണ്ട് വണ്ടി. ബാബുച്ചേട്ടാ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ?